ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ കെമിസ്ട്രി ചാപ്റ്റർ ആണ്. നമ്മുടെ LDC മെയിൻസ് അതുപോലെ ഡിഗ്രി പ്രിലിംസ് സിലബസിലകത്തുള്ള ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നുള്ള പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. അതാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ഉയർന്ന മർദ്ദത്തിൽ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ് സോഡ വാട്ടർ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ഉയർന്ന മർദ്ദത്തിൽ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോഡ വാട്ടറിന്റെ രാസസൂത്രം എഴുതുക. ഇനി സോഡ വാട്ടറിലേക്ക് നീല ലിറ്റ്മസ് പേപ്പറിനെ താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റം എഴുതുക. നിറം മാറ്റത്തിന്റെ കാരണം എഴുതുക. സോഡ വാട്ടറിന്റെ രാസസൂത്രം H2CO3 ആണ്. H2CO3 കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ഉയർന്ന മർദ്ദത്തിൽ ജലത്തിൽ ലയിപ്പിക്കുകയാണ്. അപ്പൊ അവിടുത്തെ H2O യിലെ H2 വന്നിട്ട് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിലെ ഇതുമായിട്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? H2CO3 ഉണ്ടാകുന്നത്. അതെന്താണ്? അത് സോഡ വാട്ടർ ആണ്. സോഡ വാട്ടറിൽ നമ്മൾ എന്താണ്? ചുവപ്പ് നിറമാണ് ആകുന്നത്. അതായത് ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാർബോണിക് ആസിഡ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സോഡ വാട്ടർ എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ ആസിഡ് ആയതുകൊണ്ട് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഏതാണെന്ന് കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതണം. ഏത് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന ആസിഡിന്റെ രാസസൂത്രം എഴുതുക. ഏതിന്റെ? കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തിയിട്ട് അതിന് ജലത്തിൽ ലയിച്ചിട്ടുണ്ടാകുന്ന രാസസൂത്രം. ആദ്യത്തേത് SO2 ആണ്. അത് ജലത്തിൽ ലയിച്ചിട്ടുണ്ടാകുന്നത് എന്താണ്? H2SO3 ആണ്. എന്താണ്? H2SO3 ആണ് ജലത്തിൽ ലയിച്ചിട്ടുണ്ടാകുന്നത്. അതായത് H2 പിന്നെ H2O-ക്കകത്തുള്ളത് ഈ O2 ആയിട്ട് ചേർന്നിട്ട് H2SO3 ആകും. അടുത്തത്, ഇത് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന ആസിഡിന്റെ രാസസൂത്രം എഴുതുക. H3+HSO3 HSO3 മൈനസ് H+SO3 2-. അപ്പൊ ഈ ആസിഡുകളെ അയോണുകളാക്കി മാറ്റുന്ന സമവാക്യം ഒന്നും എക്സാമിന് ചോദിക്കത്തിട്ടില്ല. SO2-നെ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ഏത് ആസിഡ് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് കിട്ടും? H2SO3 ആണ് കിട്ടുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. H2SO3 ഉണ്ട്, CO3 ഉണ്ട്, HNO3 ഉണ്ട്, H2SO4 ഉണ്ട്. നോക്ക്, ഇതിനകത്ത് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? HNO3 ആണ്. കാരണം എന്താണ്? അതൊരൊറ്റ ഹൈഡ്രജൻ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ബേസിക് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഏക ബേസിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുത്തിരിക്കുന്നു. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് pH മൂല്യം. ഇനി ബീക്കറിലെ ജലത്തിലേക്ക് കുറച്ച് കാസ്റ്റിക് സോഡ ചേർത്ത് pH മൂല്യം പരിശോധിക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകും? pH മൂല്യം കൂടും. കാസ്റ്റിക് സോഡ ഒരു ആൽക്കലി ആയതിനാൽ ഈ ലായനിക്ക് എന്തായിരിക്കും? ആൽക്കലി സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ആൽക്കലി സ്വഭാവം ഉള്ളതിന്റെ pH എങ്ങനെയായിരിക്കും? 7+ ആയിരിക്കും. 7-നെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് കാസ്റ്റിക് സോഡയിൽ നമ്മൾ ജലത്തിൽ ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ജലത്തിൽ pH മൂല്യം കൂടും. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. നമുക്ക് നോക്കാം. CH3PO4 ആണ്. അപ്പൊ അതെന്ത് വരും? ഇവിടെ കാറ്റയോണും ആനയോണും ഒക്കെ ചോദിച്ചിരിക്കുന്നു. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരത്തില്ല, അതുകൊണ്ട് നമുക്ക് നോക്കണ്ട. ഓക്കെ, ഇതും വേണ്ട. ചില ആസിഡുകളും ആൽക്കലികളും താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇതിനകത്ത് ട്രൈ ബേസിക് ആസിഡ് ഏതാണ്? ട്രൈ ബേസിക് ആസിഡ് ആണെങ്കിൽ അതിനകത്തുള്ള ഹൈഡ്രജന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് അത് മോണോ ആണോ അതോ ഡൈ ആണോ അതോ ട്രൈ ആണോ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ട്രൈ ബേസിക് ആകുമ്പോൾ എത്ര എണ്ണം വരണം? H3 വരണം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതാണുള്ളത്? H3PO4 ആണ്. അതായത് ഫോസ്ഫോറിക് ആസിഡ്. അടുത്തത്, MgSO4 എന്ന ലവണം ഉണ്ടാക്കാൻ പ്രവർത്തിപ്പിക്കേണ്ട ആസിഡ് ഇവയിൽ ഏതായിരിക്കും? MgSO4. അതിന് നമ്മൾ ഏതെടുക്കണം? സൾഫ്യൂരിക് ആസിഡ് എടുക്കണം. H2SO4 എടുക്കണം. അടുത്ത ചോദ്യം, മോണോബേസിക് ആസിഡ് ആണെങ്കിൽ ഒറ്റ ഹൈഡ്രജൻ മാത്രമേ കാണത്തുള്ളൂ. ചുവടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഓക്സൈഡുകളെ ആസിഡ് സ്വഭാവമുള്ളവ
ബേസിക് സ്വഭാവമുള്ളവ എന്നിങ്ങനെ തരംതിരിച്ചെഴുതുക. മഗ്നീഷ്യം ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, ദെൻ സൾഫർ ഓക്സൈഡ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ആൻസർ ബേസിക് സ്വഭാവമുള്ള എന്ന് പറയുമ്പോൾ K2ഉം Mgക്കും എന്താണ്? ബേസിക് സ്വഭാവമാണുള്ളത്. സോ K2O, MgO എന്നിവ ബേസിക് സ്വഭാവമുള്ള ഓക്സൈഡുകളാണ്. അടുത്തത് ആസിഡ് സ്വഭാവമുള്ളവയാണ് NO2ഉം SO2ഉം. കാൽഷ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സമവാക്യം എവിടെ എഴുതിയിരിക്കുന്നു? CaO+H2O. എന്താണ് ഉണ്ടാകുന്നത്? അവിടെ COയും H2Oയും കൂടെ ചേർന്നിട്ട് CaOHO2 ഉണ്ടാവും. ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് എയുടെ സ്വഭാവം? ആൽക്കലി ഗുണമാണ്. ഇവിടെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ അത് നിറം നീലയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ആൽക്കലി ഗുണത്തിന്റെ പ്രത്യേകത, നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? നീല നിറമായിട്ട് മാറും. നീല ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ ചുവന്ന നിറമായി കാണുകയാണെങ്കിൽ അതെന്താണ്? അത് ആസിഡ് ആണ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് കാൽസ്യം കാർബണേറ്റ് എടുത്ത് തിസിൽ ഫണലിലൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ചേർക്കുന്നു. കാൽസ്യം കാർബണേറ്റിനെയാണ് പുറത്തു വരുന്ന വാതകത്തെ നീല ലിറ്റ്മസ് ലായനി ചേർത്ത ജലത്തിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അവിടെ കാൽസ്യം കാർബണേറ്റിന്റെ കൂടെ HCl ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുകയാണ് ചെയ്യുന്നത്. വാതകത്തിന് സമീപം തീജ്വാല കാണിക്കുമ്പോൾ അണയുകയോ ചുവപ്പ് നിറമാകുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതൊക്കെ വർക്ക് ചെയ്തിട്ട്? കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തു വരും. ഈ വാതകത്തെ തിരിച്ചറിയാൻ ഒന്നെങ്കിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇത് നോക്കണം, അപ്പൊ അത് പാൽ നിറമാകും. അല്ലെങ്കിൽ വാതകത്തിന് സമീപം തീജ്വാല കാണിക്കുമ്പോൾ അണയുകയാണെങ്കിലും അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലെങ്കിൽ ചുവപ്പ് നിറമാകുന്നു. ആസിഡ് ഗുണമാണ് ഇതിനുണ്ടായിരുന്നത്. ഈ വാതകത്തെ നീല ലിറ്റ്മസ് ലായനിയിൽ ചേർത്ത ജലത്തിലേക്ക് കടത്തി വീഴുമ്പോൾ എന്താണ്? ആസിഡ് ഗുണമാണ് കാണിക്കുന്നത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിലേക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ആസിഡുകൾക്ക് യോജിച്ചവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. കാരരുചിയുണ്ട്. ആസിഡാണോ? അല്ല, ആൽക്കലിയാണ്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാക്കുന്നു. ഏതാണ്? അത് ആൽക്കലിയാണ്. നീല ലിറ്റ്മസിന്റെ പേപ്പറിന്റെ നിറം ചുവപ്പാക്കുന്നു. അതേതാണ്? ആസിഡാണ്. പുളി രുചിയുള്ളവയാണ്. അതും ആസിഡ്. അപ്പൊ ഇവിടെ ആസിഡുകളുമായി യോജിച്ചിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. ഓക്കെ, അടുത്തത് ചില പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവും ചുവടെ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉത്തരം എഴുതുക. A, B, C എന്നിവ തന്നിട്ടുണ്ട്. ഇവയിൽ നിർവീര്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് A ആണ്. കാരണം 7 ആണ് pH മൂല്യം. അതിന് ആസിഡിക് സ്വഭാവവും കാണത്തില്ല, ആൽക്കലി സ്വഭാവവും കാണത്തില്ല. സോ ഇവയിൽ നിർവീര്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പദാർത്ഥം ഏതാണ്? A ആണ്. സാധാരണയായി ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്ന പദാർത്ഥം ഏത്? അത് C ആണ്. കാരണം എന്താണ്? അതിന് ആൽക്കലി pH മൂല്യം വളരെ താഴ്ന്ന ഇതായിരിക്കും എപ്പോഴും ലോഹങ്ങള്. സോ സാധാരണയായി ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്ന പദാർത്ഥമാണ് ഏത്? അത് പിന്നെ നമ്മുടെ C എന്ന് പറയുന്ന പദാർത്ഥം Bയും Cയും ചേർന്നാൽ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ പേര് എഴുതുക. Bയും Cയും ചേർന്നിട്ട് ഒരു ഉൽപ്പന്നത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? H2O എന്ന് വിളിക്കാം. H2O എന്ന് വിളിക്കാം. അടുത്തത് പദാർത്ഥം C കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏത്? കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്. ചില പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവും താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇതിലെ ആസിഡ് ഗുണമുള്ള പദാർത്ഥം ഏതാണ്? ആസിഡ് ഗുണം pH മൂല്യം 7നേക്കാൾ കുറവാണെങ്കിൽ അതിന് നമ്മൾ ആസിഡ് മൂല്യം ഉണ്ടെന്ന് പറയാം. അപ്പൊ അത് P ആണ്. അടുത്തത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാക്കി മാറ്റുന്ന പദാർത്ഥം ഇവയിലേതാണ്? അതായത് ആൽക്കലി സ്വഭാവമുള്ളത് എപ്പോഴും 7 കൂടുതലാണെങ്കിലാണ്. അപ്പോൾ അത് Q ആണ്. pH മൂല്യം കൂടുമ്പോൾ H+ അയോണുകളുടെ അളവ് കൂടുമോ കുറയുമോ? pH മൂല്യം കൂടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് അവിടെ അസിഡിക് സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. സോ അവിടെ H+ അയോണുകളുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. R എന്ന പദാർത്ഥത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? R 7 ആണ്. സോ അത് നിർവീര്യ ലായനിയാണ്, ന്യൂട്രൽ ആയിരിക്കും. അടുത്തത് ഒരു നിർവീര്യീകരണ പ്രവർത്തനത്തിന്റെ സമവാക്യമാണ് കൊടുത്തിരിക്കുന്നത്. COOH then H2SO4 CaSO4 + 2H2O കിട്ടും. ഈ പ്രവർത്തനത്തിലെ ആൽക്കലി ഏതാണ്? കാർബൺ
ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ എന്താണ്? COOH2 ആണ്. അടുത്തത് ഇത് MgOH2HCl പ്രവർത്തിക്കുന്നതിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ആസിഡിന്റെ പൊതുഘടകവും ആൽക്കലിയുടെ പൊതുഘടകവും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ആസിഡിന്റെയും അതുപോലെ ആസിഡിന്റെ പൊതുഘടകം പിന്നെ ആൽക്കലിയുടെ പൊതുഘടകം ഹൈഡ്രജൻ, ഇവിടത്തെ OH ഇതും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അത് വെള്ളമാണ്, H2O ആണ്. ആസിഡും ആൽക്കലിയും തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ സമവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. പ്രവർത്തന ഫലം ഉണ്ടായിരുന്ന ലവണം ഏത്? NaOH + HCl ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്, NaCl. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവായി നമ്മൾ വിളിക്കുന്നത് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ എന്നാണ്. അതായത് ആൽക്കലിയും ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കും. Na2SO4 ആണ്. നമ്മൾ HCl പകരം H2SO4 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സോഡിയം ക്ലോറൈഡിന് പകരം എന്ത് കിട്ടും? സോഡിയം സൾഫേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് A കോളത്തിന് യോജിച്ചവ BC കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വളരെ പ്രധാനപ്പെട്ടതാണ്, PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്കാം. ഫസ്റ്റ് ഇന്ദുപ്പ് രാസപരമായി പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന സംയുക്തമാണ്. ഇത് രക്തസമ്മർദ്ദമുള്ള രോഗികൾ കറിയുപ്പിന് പകരമായി ഉപയോഗിക്കുന്നതാണ് ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്തത് തുരിശാണ്. തുരിശ് കുമിൾ നാശിനി എന്നാണ് അറിയപ്പെടുന്നത്. കോപ്പർ സൾഫേറ്റ് 5H2O ആണ്. ഇത് അതുപോലെ തന്നെ പഠിക്കുക. തുരിശ് എന്താണ്? 5 കുമിളിനെ നശിപ്പിക്കും എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ കോപ്പർ സൾഫേറ്റ് 5H2O ആണ്. കോപ്പർ സൾഫേറ്റ് 5H2O ആണ് തുരിശ്. അടുത്തത് ജിപ്സം. കാൽഷ്യം സൾഫേറ്റ് 2H2O ആണ്. എന്ത്? ജിപ്സം. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്സം യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 പാക്കറ്റ് ജിപ്സം ആണെന്ന് പഠിച്ചാൽ മതി. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനാണ് ജിപ്സം ചേർക്കുന്നത്. കാൽഷ്യം സൾഫേറ്റ് 2H2O, കോപ്പർ സൾഫേറ്റ് 5H2O ആണ് കുമിൾ നാശിനി അഥവാ തുരിശ് എന്നത്. മറക്കരുത്, ഇത് രണ്ടും തിരിഞ്ഞും പോവരുത്. കോപ്പർ സൾഫേറ്റ് 5H2O കുമിൾ നാശിനി തുരിശ്, കാൽഷ്യം സൾഫേറ്റ് 2H2O ജിപ്സം, സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചില കാറ്റയോണുകളും ആനയോണുകളും ഒക്കെ തന്നിരിക്കുന്നു. ഇവ ഉപയോഗിച്ചുണ്ടാകുന്ന NH4+ ഉണ്ട്, Ca2+, SO4 ഇവ ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതിയിട്ട് ആ ലവണത്തിന്റെ ഒരു ഉപയോഗം എഴുതാൻ. ഓക്കെ, NH4 രാസവളം ആണ്. ഏത്? NH4 അമോണിയം സൾഫേറ്റ്, ഇത് രാസവളമാണ്. പിന്നെ എന്തുണ്ടാകും? കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതാണ്. കാൽഷ്യം സൾഫേറ്റ് 2H2O എന്താണത്? ജിപ്സമാണ്, ജിപ്സം. രാസവളമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലവണമാണ് അമോണിയം സൾഫേറ്റ്. ഈ സംയുക്തത്തിലെ ആനയോൺ കാറ്റയോണുകൾ എഴുതാൻ പറഞ്ഞാൽ ആനയോൺ ഏതാണ്? സൾഫേറ്റ് അയോണും, കാറ്റയോൺ അമോണിയം അയോണാണ്. ഇതിലെ ആനയോൺ മഗ്നീഷ്യം അയോൺ ആണെങ്കിൽ നമ്മൾ അതിനെ മഗ്നീഷ്യം സൾഫേറ്റ് ആക്കി മാറ്റും. സോഡിയം സൾഫേറ്റിന്റെ രാസസൂത്രമാണ് Na2SO4. ഏതാണ് സോഡിയം സൾഫേറ്റ്? Na2SO4. ഇതിലെ ആനയോൺ ഏതാണ്? SO4 ആണ്. അപ്പോൾ അത് സൾഫേറ്റ് അയോൺ ആണ്. അതിനെ മാറ്റിയിട്ട് നമ്മൾ NH4+ ആണ് ചേർക്കുന്നതെങ്കിൽ അവിടെ രാസവളം ആയിട്ടുള്ള NH4 ഉണ്ടാകും. അതായത് അമോണിയം സൾഫേറ്റ് ഉണ്ടാകും. ചില അയോണുകളുടെ പ്രതീകങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇവ സംയോജിച്ചുണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം എഴുതുക. നമുക്ക് നോക്കാം. CaSO4 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജിപ്സോ ആണ്. കാൽഷ്യം ക്ലോറൈഡ് പിന്നെ അമോണിയം സൾഫേറ്റ് എന്നിവ ഉണ്ടാക്കാനായിട്ട് കഴിയും. NH4 ആണ്. ഏത്? അമോണിയം ക്ലോറൈഡും ഉണ്ടാക്കാം. NH4Cl ആണ് അമോണിയം ക്ലോറൈഡ്. താഴെ തന്നിരിക്കുന്ന രാസസമവാക്യം പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ രാസപ്രവർത്തനങ്ങളിൽ ബേസിക് സ്വഭാവമുള്ള പദാർത്ഥം ഏത്? H2SO4, MgOH2. ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്
ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഏത് ബേസിക് സ്വഭാവമുള്ള പദാർത്ഥം. ദെൻ ലവണത്തിന്റെ പേരെഴുതുക, മഗ്നീഷ്യം സൾഫേറ്റ്. ഇവിടെ കിട്ടുന്ന ലവണത്തിന്റെ പേരെന്താണ്? മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ദെൻ ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ചാൽ പൊട്ടാസ്യം നൈട്രേറ്റ് ലവണം ഉണ്ടാകുന്നത്. ഏതൊക്കെ ആസിഡാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ലവണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആസിഡ് നൈട്രിക് ആസിഡും ബേസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എടുക്കണം. അപ്പോഴാണ് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന ലവണം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കൃഷി ചെയ്യുന്നതിന് മുമ്പായി മണ്ണിന്റെ pH മൂല്യം നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണ്. ഇതെന്തുകൊണ്ടാണ്? pH പരിശോധനയിലൂടെ മണ്ണിന്റെ അമ്ലഗുണം ക്ഷാരഗുണം നിർണ്ണയിക്കാൻ പറ്റും. ഓരോ വിളയ്ക്കും ഓരോ pH മൂല്യം അനുസരിച്ചിട്ട് വേണം മണ്ണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അതുവഴി മണ്ണിന്റെ pH നിയന്ത്രിക്കാനായിട്ട് കഴിയും. pH നമ്മൾ നോക്കുകയാണെങ്കിൽ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്റാസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഒരു ടെസ്റ്റ് ട്യൂബില് ജലം എടുക്കുന്നു, അതിലേക്ക് സൾഫർ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുന്നു. അപ്പൊ നീല ലിറ്റ്മസ് പേപ്പർ ലായനിയിൽ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നീല ലിറ്റ്മസിന് വെക്കുമ്പോൾ അത് ചുവപ്പായിട്ട് മാറും. കാരണം ജലവും സൾഫർ ഡൈ ഓക്സൈഡും കൂടി ചേരുമ്പോൾ അവിടെ H2SO3 ആണ് ഉണ്ടാകുന്നത്. SO2 + 2H2O then H2SO3 വരും. അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടാകുന്നത് H2SO3 ആണ് ഉണ്ടാക്കുന്നത്. അടുത്തത്, കോളത്തിൽ നൽകിയിരിക്കുന്നതിന് യോജിച്ചവ ബിയിൽ നിന്നും സിയിൽ നിന്നും കണ്ടെത്തി എഴുതുക. വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പർ സൾഫേറ്റ് നമ്മൾ പറഞ്ഞതാണ്. കോപ്പർ സൾഫേറ്റ് എന്താണ്? തുരിശാണ്. CuSO4 കോപ്പർ സൾഫേറ്റ് 5H2O ആണ്. ഇത് കുമ്മിൾ നാശിനിയാണ്. ഏതാണ്? കുമ്മിൾ നാശിനി. അടുത്തത്, സോഡിയം കാർബണേറ്റ് ഏതാണ്? Na2CO3 10H2O ആണ്. ഇത് ഗ്ലാസ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സോഡിയം ലവണമാണ് സോഡിയം കാർബണേറ്റ്. Na2CO3 10H2O ആണ്. മറക്കരുത്, Na2CO3 10H2O ആണ്. അടുത്തത് ജിപ്സം ആണ്. ജിപ്സം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാൽഷ്യം സൾഫേറ്റ് 2H2O ആണ്. ഇത് സിമന്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസവളവുമായി ഉപയോഗിക്കാത്തത് ഏതാണ്? നോക്കാം. അമോണിയം സൾഫേറ്റ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, അമോണിയം ഹൈഡ്രോകാർബണേറ്റ് ഉണ്ട്, അമോണിയം നൈട്രേറ്റ് ഉണ്ട്. അപ്പൊ അത് ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ അമോണിയം ഹൈഡ്രോകാർബണേറ്റ് ആണ് നമ്മൾ രാസവളമായിട്ട് ഉപയോഗിക്കാത്തത്. അമോണിയം അല്ല, സോഡിയം ഹൈഡ്രോകാർബണേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഓക്കെ, ബാക്കിയെല്ലാം ഉപയോഗിക്കുന്നതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസവളമായി ഉപയോഗിക്കുന്നത് ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസവളമായി ഉപയോഗിക്കുന്നത് ഏതാണ്? NH4 ആണ്. അമോണിയം സൾഫേറ്റ് ആണ്. NH4 മഗ്നീഷ്യം ക്ലോറൈഡിന്റെ രാസസൂത്രം മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ആണ്. ഇതിലെ കാറ്റയോണും ആനയോണും എഴുതുക. കാറ്റയോൺ മഗ്നീഷ്യം അയോൺ Mg2+ഉം ആനയോൺ ക്ലോറൈഡ് അയോൺ Cl- ആണ്. മഗ്നീഷ്യത്തിന്റെ സംയോജകത എത്രയാണ്? 2 ആണ്. ഓക്സിജന്റെ സംയോജകത 2 ആയാൽ മഗ്നീഷ്യം ഓക്സൈഡിന്റെ രാസസൂത്രം എത്രയാവും? MgO ആണ് ആകുന്നത്. ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് ലഭിച്ചു. ഈ രാസപ്രവർത്തനത്തിൽ ഉപയോഗിച്ച ആസിഡ് ഏത്? മഗ്നീഷ്യം സൾഫേറ്റ് ലഭിക്കണമെങ്കിൽ അവിടെ ഏത് യൂസ് ചെയ്യണം? അവിടെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഉപയോഗിക്കണം. അവിടെ ആൽക്കലി ഏത് ഉപയോഗിക്കണം? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിച്ചത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ജലത്തിന്റെ pH മൂല്യം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 7 ആണ് ജലത്തിന്റെ pH മൂല്യം. ദെൻ NaOH + HCl + എന്ത് വരും ഇവിടെ? ആൻസർ വരുന്നത് NaCl-ഉം H2O ആണ്. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവിരീകരണം എന്നാണ് വിളിക്കുന്നത്. ആമാശയത്തിലെ ആസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലെ പ്രത്യേകത എന്താണ്? ആ സ്വഭാവമുള്ള പദാർത്ഥങ്ങളിൽ ബേസിക് സ്വഭാവമുള്ള കണ്ടന്റ് ആയിരിക്കും അടങ്ങിയിട്ടുള്ളത്. ചില ലായനികളും അവയുടെ pH മൂല്യവും പട്ടികയിൽ തന്നിരിക്കുന്നു. അവ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതിനകത്ത് നിർവീര്യ ലായനി ഏതാണ് നിർവീര്യം? 7 ആണ് നിർവീര്യ നായനി. B ആണ്
ആണ്. അടുത്തത് ആൽക്കലി ഗുണം കൂടിയ ലായനി ഏത്? ആൽക്കലി ഗുണം കൂടിയത് ഏതാണ്? സി ആണ്. കാരണം 7നേക്കാൾ കൂടുതലായിരിക്കണം. ആസിഡ് ഗുണം കൂടിയത് 7നേക്കാളും കുറവായിരിക്കണം. അത് ഡി ആണ്. എത്ര കുറയോ അത്രയും അസിഡിറ്റി കൂടി വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. എയും സിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എയും സിയും അത് ഒന്ന് ആസിഡ് ഒന്ന് ആൽക്കലിയാണ്. പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്നത് നിർവിരീകരണ പ്രവർത്തനം എന്നാണ്. ചുവടെ നൽകിയിരിക്കുന്ന ആയോണിക സമവാക്യം പൂർത്തീകരിക്കുക. അത് എക്സാമിന് ചോദിക്കത്തില്ല. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ട്രൈബേസിക് ആസിഡ് ഏതാണ്? H3PO4 ആണ് ട്രൈബേസിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന സമവാക്യങ്ങൾ തരുന്നു. ഇവ വിശകലനം ചെയ്ത് പൂർത്തിയാക്കുക. HCl H+ ആവും, പിന്നെ ക്ലോറിൻ മൈനസും ആവും. H+ H2O ആവും. അടുത്ത അതെന്തായിട്ട് മാറും? H3O+ ആയിട്ട് മാറും. താഴെ കൊടുത്തിരിക്കുന്ന ഓക്സൈഡുകളിൽ അസിഡിക് ബേസിക് സ്വഭാവമുള്ളവ തരം തിരിച്ചെഴുതുക. ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും എന്താണ്? അസിഡിക് സ്വഭാവമുള്ളതും MgOയും കാൽഷ്യം ഓക്സൈഡും ബേസിക് സ്വഭാവമുള്ളതുമാണ്. അടുത്തത് വ്യവസായശാലകളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നതാണ് ഏത്? SO2ഉം CO2ഉം. ഈ വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമ്പോൾ ഏതൊക്കെ കിട്ടും? കാർബോണിക് ആസിഡും കിട്ടും, സൾഫ്യൂറിക് ആസിഡ് കിട്ടും, പിന്നെ HNO3 ആണെങ്കിൽ നൈട്രിക് ആസിഡും കിട്ടും. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് അല്പം കാൽഷ്യം കാർബണേറ്റ് ഇടുന്നു. അപ്പോൾ അവിടെ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ വാതകം ജലത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ കാർബോണിക് ആസിഡ് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ചോദ്യം കഴിഞ്ഞു. ഈ 39 ക്വസ്റ്റ്യൻസും എങ്ങനെയുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്ന് വണ്ടറടിച്ച് മാർക്ക് കളയരുത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.